കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം അഭിമുഖീകരിച്ച വലിയൊരു ചോദ്യമായിരുന്നു ആർഷോയ്ക്ക് ശേഷം ആര് എന്നുള്ളത്. പലപ്പോഴും അങ്ങനെ ഒരു ചോദ്യം ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ജവഹർലാൽ നെഹ്റു ജീവിച്ചിരിക്കുന്ന സമയത്ത്, അദ്ദേഹത്തിന് പ്രായാധിക്യം അനുഭവിക്കാൻ തുടങ്ങിയ സമയത്ത്, അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി മോശമാകാൻ തുടങ്ങിയപ്പോൾ ഇന്ത്യയിലുള്ള ആളുകളല്ല, വിദേശത്തുള്ള ആളുകൾ, പാശ്ചാത്യ നിരീക്ഷകരും പത്രമാധ്യമങ്ങളൊക്കെ ആലോചിച്ച് തല പുകച്ചത് ജവഹർലാലിന് ശേഷം ആര് എന്നാണ്. അമേരിക്കക്കാരനായ ഒരു സായിപ്പ് ഇന്ത്യയിൽ വന്നൊരു പുസ്തകം തന്നെ എഴുതി, ആഫ്റ്റർ നെഹ്റു ഹൂ എന്ന് ചോദിച്ചു. നെഹ്റുവിന് ശേഷം ആര്? നെഹ്റുവിന് ശേഷം പ്രധാനമന്ത്രിയാകാൻ സാധ്യത അല്ലെങ്കിൽ ഭരണാധികാരിയാകാൻ സാധ്യതയുള്ള ആളുകളുടെ ഒരു ലിസ്റ്റ് പുള്ളി പ്രസിദ്ധീകരിച്ചു. ആ ലിസ്റ്റിൽ ഒന്നാമത്തെ പേര് ലാൽ ബഹദൂർ ശാസ്ത്രി, രണ്ടാമത്തെ മൊറാർജി ദേശായി, മൂന്നാമത്തെ എസ് കെ പാട്ടീൽ, നാലാമത്തെ കൃഷ്ണമേനോൻ. അങ്ങനെ താഴേക്ക് വന്നിട്ട് ജനറൽ കൗൾ വരെ ഉണ്ട്. ഇനി ജനറൽ കൗളായിരിക്കും പട്ടാള ഭരണാധികാരി, പാകിസ്ഥാനിലെ അയൂബ് ഖാനെ പോലെ അധികാരം പിടിച്ചെടുക്കും എന്നൊക്കെയാണ് അവർ വിചാരിച്ചത്. പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. സമാധാനപരമായിട്ട് ലാൽ ബഹദൂർ ശാസ്ത്രി പ്രധാനമന്ത്രി. അതുപോലെ ഇപ്പോൾ ആളുകളെ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, പിണറായിക്ക് ശേഷം ആര്? പിണറായിക്ക് ശേഷം മരുമകനായിരിക്കും, അതോ ഗോവിന്ദൻ മാഷായിരിക്കും, അതുപോലെ ഒരു വനിതാ മുഖ്യമന്ത്രി എന്നുള്ളതൊക്കെ ശൈലജ ടീച്ചർ വരും, അതോ പി രാജീവിന് കുറി വീഴുമോ? ഇങ്ങനെ പല ആലോചനകളും പല കേന്ദ്രങ്ങളും നടക്കുന്നുണ്ട്. പക്ഷേ നമ്മളൊക്കെ അഭിമുഖീകരിച്ചൊരു വലിയ ചോദ്യം ആർഷോയ്ക്ക് ശേഷം ആര് എന്നുള്ളത്. ആർഷോയെപ്പോലൊരു വിദ്യാർത്ഥി നേതാവ് ഈ സമീപകാലത്തൊന്നും ഉണ്ടായിട്ടില്ല. എസ് എഫ് ഐക്ക് ഗംഭീരന്മാരായ നേതാക്കന്മാർ മുമ്പുണ്ടായിട്ട്, എ കെ ബാലൻ, അല്ലെങ്കിൽ ജി സുധാകരൻ, എം എ ബേബി, പിന്നെ നമ്മുടെ മത്തായി ചാക്കോ, ജെയിംസ് മാത്യു, സുരേഷ് കുറുപ്പ്, സി പി ജോൺ, അങ്ങനെ വന്നിട്ട് സിന്ധു ജോയ്, സ്വരാജ്, ഇങ്ങനെ ഒരുപാട് നേതാക്കന്മാരുണ്ടായിട്ട്. പക്ഷേ ആർഷോയെപ്പോലെ ആർഷോ മാത്രം ഉണ്ടായിരുന്നു. ആ ഗവർണറെ വഴി തടയുന്നു, ആരിഫ് ഖാൻ കാലെടുത്ത് ഔട്ടാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നു, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉപരോധിക്കുന്നു, യുവർ ദാൽ വിൽ നോട്ട് കുക്ക് ഹിയർ എന്ന് ബാനർ എഴുതി വെക്കും. എന്തൊക്കെയായിരുന്നു ഇല്ലേ? അവനായി ശവമായി എന്ന് പറഞ്ഞ പോലെ ആർഷോയെപ്പോലെ ഈ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ കിട്ടുകിട്ടാ വിറപ്പിച്ച ഒരു ധീര വിപ്ലവകാരി അതിനു മുമ്പുണ്ടായിട്ടില്ല. അപ്പോൾ സത്യത്തിൽ ആർഷോ എസ് എഫ് ഐയുടെ പടിയിറങ്ങിയപ്പോൾ, അത് എസ് എഫ് ഐയിൽ നിന്ന് വിട്ട് യുവജന രംഗത്തേക്ക് പോയപ്പോൾ ഞാൻ ഇതേ പ്ലാറ്റ്ഫോമിൽ ഒരു വീഡിയോ ചെയ്തു. ആർഷോയെ പോലെ ഒരാളെ കണ്ടിട്ടാൽ ബുദ്ധിമുട്ടാണ്. സൽപുഷ്പമേ ഇവിടെ മാഞ്ഞ് സുമേരുവിന്മേൽ കൽപ്പദ്രുമത്തിനുടെ കൊമ്പിൽ വിരിഞ്ഞിടാം നീ എന്ന് കുമാരനാശാൻ പാടിയത് ഈ ആർഷോയെ ഉദ്ദേശിച്ചിട്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ നമ്മുടെ ഈ പ്രതീക്ഷകളെ കവച്ചു വെച്ചുകൊണ്ട് ആർഷോയ്ക്ക് ഒട്ടും മോശക്കാരനല്ലാത്തൊരു പിൻഗാമി വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ശിവപ്രസാദ് എന്നാണ്. കഴിഞ്ഞ 2 ദിവസമായിട്ട് പുള്ളി ടെലിവിഷനിലൊക്കെ ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞ് തുളുമ്പി നിൽക്കുക. ടി വി കണ്ടുള്ളവർക്കറിയാം എന്തൊക്കെ വെല്ലുവിളികളാണ് പുള്ളി നടത്തുന്നത്, എത്ര ഗംഭീരമായ പ്രസ്താവനകളാണ് നടത്തുന്നത്, എന്തൊക്കെ പ്രഖ്യാപനങ്ങളാണ് നടത്തുന്നത്. കാണാത്തവർ ഉടനെ തന്നെ കാണുക. കാരണം അദ്ദേഹത്തെ പോലെ ഒരു പ്രഗത്ഭൻ, എനിക്കൂടെ ആർഷോ പോലും ഇദ്ദേഹത്തിൻ്റെ ആ ഒരു ധവളിമയിൽ അല്പമൊന്നും മഞ്ഞോ സംശയമുണ്ട്. ആർഷോയെ കുറച്ച് പറയലുണ്ടോ, ആർഷോയെ പോലെ ആർഷോ മാത്രമേ ഉള്ളൂ. എങ്കിൽ പോലും ആർഷോയോട് കിടപിടിക്കുന്ന ഒരാളാണ് ഇദ്ദേഹം. പക്ഷേ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി അല്ല, പ്രസിഡൻ്റാണ്. അങ്ങനെ വ്യത്യാസമുണ്ട്. എസ് എഫ് ഐയിലെപ്പോഴും സെക്രട്ടറിക്കാണ് പ്രാധാന്യം. പക്ഷേ ഇദ്ദേഹം പ്രസിഡൻ്റാണ്. പക്ഷേ പ്രസിഡൻ്റായിട്ട് പോലും മോശമില്ല. പ്രസിഡൻ്റ് ആണെങ്കിൽ പോലും അതിഗംഭീരം പെർഫോമൻസാണ് പുള്ളി നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരള സർവകലാശാലയുടെ മുമ്പിൽ എസ് എഫ് ഐക്കാരൻ നടത്തിയ വീരോചിതമായ പ്രകടനം മാത്രം മതി നമ്മൾ ഈ ശിവപ്രസാദിൻ്റെയും അദ്ദേഹത്തിൻ്റെ സഹസഖാക്കളുടെയൊക്കെ പ്രാഗൽഭ്യം മനസ്സിലാക്കി. ഒരു പോലീസുകാരൻ്റെ ഇത് ലാത്തി മേടിച്ച് പുള്ളിക്കിട്ട് ഒന്ന് കൊടുത്തു. പിണറായിയുടെ കാലമായതുകൊണ്ട് പോലീസുകാരൻ അത് സഹിച്ചു. വല്ല ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ കരുണാകരൻ്റെ കാലത്തായിരുന്നെങ്കിൽ ആ സഖാവല്ല, ആ പരിസരത്തുള്ള എല്ലാ സഖാക്കളുടെ തല പൊളിഞ്ഞ് ചോര വന്നേനെ. പക്ഷേ പിണറായി സഖാവ് ആഭ്യന്തര കൈയാളുന്ന സമയമായതുകൊണ്ട് പോലീസുകാരെ ആ തല്ല് ആ ഒരു തലോടലായിട്ട് സ്വീകരിച്ചു. അത് ഒരു അംഗീകാരമായിട്ട് ഏറ്റെടുത്തു. ആ അടി കൊണ്ടു. എന്നിട്ട് തല്ലിയ കുട്ടിയോട് ചോദിച്ചു, മോനെ പരിക്ക് വല്ലതും പറ്റിയോ, കൈ വേദനിച്ചു എന്നെ തല്ലിയപ്പോൾ എന്ന് ചോദിച്ചു. കാരണം പോലീസുകാർക്ക് വേറെ മാർഗ്ഗമില്ല. അതുകൊണ്ടാണ് പോലീസിന് ലാത്തി കൊടുത്തത് കാക്കയാട്ടാനല്ല എന്ന് സഖാവ് നായനാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നിവൃത്തിയില്ല. എസ് എഫ് ഐക്കാർ ആ സർവകലാശാലയുടെ മതിലിയാടി വരുമ്പോൾ പോലീസുകാർ വീരോചിതമായിട്ട് പിന്മാറി. സർവകലാശാല കെട്ടിടത്തിനകത്തേക്ക് ഇറച്ചി കയറിയപ്പോൾ പോലീസുകാർ കാണാത്ത പോലെ ചക്രവാളത്തിൽ നോക്കിക്കൊണ്ടു വല്ല ഉൽക്ക എങ്ങനെ പതിക്കുന്നുണ്ടോ എന്നറിയാനായിട്ട്. അത് കഴിഞ്ഞ് വാതിൽ ചവിട്ടി പൊളിച്ച് അകത്ത് കയറി വി സിയുടെ മുറി അടിച്ച് താർത്തപ്പോൾ പോലീസുകാർ നക്ഷത്രങ്ങൾ എണ്ണിക്കൊടുക്കുന്നു. പകൽ സമയത്ത് ആ ഏതെങ്കിലും നക്ഷത്രമോ ധൂമകേതുവോ വല്ല പ്രത്യക്ഷപ്പെടുന്നുണ്ടോ, അതോ ഏതെങ്കിലും
പുൽക്കൂട്ടിൽ യേശു ജനിച്ചതിൻ്റെ പ്രതീകാത്മകമായിട്ട് ഏതെങ്കിലും നക്ഷത്രം ഉദിച്ചിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട്. അതൊന്നും ഉണ്ടായില്ല. പക്ഷേ SFIക്കാരുടെ വീരപരാക്രമങ്ങൾ നടക്കുമ്പോൾ കേരള പോലീസ് ഇങ്ങനെ കൈകെട്ടി നിന്നാണ് മനോരമ പറയുന്നത്. അത് ശരിയല്ല. പോലീസുകാർ നാഗം കടിച്ചുകൊണ്ടിരിക്കുകയാണ്, നാണിച്ച്. അങ്ങനെ നാടൻ നവവധു എന്ന പോലെ കേരള പോലീസ് നിലകൊണ്ടു. കാരണം എന്താ? ശിവപ്രസാദാണ് നയിക്കുന്നത്, പേടിക്കണം. അല്ലാണ്ട് ക്രമസമാധാന പരിപാലനത്തിൽ വീഴ്ച വരുത്തിയതല്ല. അങ്ങനെ സർവകലാശാലയുടെ മുമ്പിൽ ഗംഭീരമായ പ്രകടനം കാഴ്ചവെച്ചു SFI. അത് കഴിഞ്ഞ് ശിവപ്രസാദ് മാധ്യമപ്രവർത്തകരെയും മറ്റ് പാർട്ടിക്കാരെയും സാക്ഷാൽ ഗവർണർ അഥവാ ചാൻസലറെ തന്നെ വെല്ലുവിളിച്ചു. ഈ ചാൻസലറെ കുറിച്ച് പുള്ളി പല കണ്ടുപിടുത്തങ്ങൾ നടത്തി. ചാൻസലർ ഗോവയിൽ മുഖ്യമന്ത്രിയാകാൻ നടന്ന ആളാണ്. അത് കിട്ടാണ്ട് വന്നപ്പോൾ അദ്ദേഹത്തിന് ഒരു അനുതാപ നിയമനം നൽകിയതാണ്. പണ്ട് അച്യുതാനന്ദനെ മുഖ്യമന്ത്രിയാക്കാമെന്ന് പറഞ്ഞ് കൂട്ടുകാർന്നിട്ട് പുള്ളിയെ ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാനാക്കിയ പോലെയാണ് ഈ ആർലേക്കർ എന്ന് പറഞ്ഞ വിദ്വാനെ കേരളത്തിൽ ഗോവയിൽ മുഖ്യമന്ത്രിയാകാൻ പറ്റാത്തതിൻ്റെ ഒരു സമാശ്വാസ സമ്മാനം ആയിട്ടാണ് കേരളത്തിലെ ഗവർണറായിട്ടും കേരള സർവകലാശാലയുടെ ചാൻസലറായിട്ട് നിയമിച്ചത് എന്നൊക്കെ പറഞ്ഞു. വേറെ പലതും പറഞ്ഞു. അതൊക്കെ കേട്ട് ഇവിടുത്തെ സകല സഖാക്കളും കോരിത്തെരിച്ചു. ആർഷോ പോലും ഇത്ര പറഞ്ഞില്ല ആരിഫ് ഖാനെ കുറിച്ച്. അപ്പോൾ ആർഷോയെ ഇത്ര വളരെ പെട്ടെന്ന് തന്നെ ഇദ്ദേഹത്തിന് മറികടക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വ്യംഗ്യാർത്ഥം അല്ലെങ്കിൽ ഗൂഢാർത്ഥം. അപ്പോൾ ഏതായാലും സഖാക്കളെല്ലാം കൂടി ചേർന്നിട്ട് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല ഒരു പരുവത്തിലാക്കിയിട്ടുണ്ട്. ബിന്ദു ടീച്ചറെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ ടീച്ചർ ചെയ്യുന്നുണ്ട്. ഗോവിന്ദൻ മാഷെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ പുള്ളി ചെയ്യുന്നുണ്ട്. ഇവർക്കൊക്കെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ആശീർവാദമുണ്ട്. പിന്നെ കീം പോലെയുള്ള പരീക്ഷകൾ വേറെ നടക്കുന്നുണ്ട്. അങ്ങനെ കേരളത്തെക്കുറിച്ച് കേട്ടാൽ നമ്മൾ ഈ കേരളം എന്ന് കേട്ടാലോ തിളക്കണം, ചോര നമുക്ക് ഞരമ്പുകളിൽ എന്ന് പറഞ്ഞത് ഇപ്പോൾ ശരിക്കും അനുഭവവേദ്യമായി. ഏതായാലും ശിവപ്രസാദിനും കൂട്ടുകാർക്കും അഭിമാനിക്കാം. കേരളത്തിൽ ഊതിക്കുടിക്കാൻ വകയുള്ള ഏതെങ്കിലും കുട്ടിയുണ്ടെങ്കിൽ അവൻ പഠിക്കാനായിട്ട് കേരളത്തിൽ കഴിയില്ല. അവൻ മദ്രാസിൽ പോകും, അല്ലെങ്കിൽ ബാംഗ്ലൂർക്ക് പോകും, ഹൈദരാബാദിലേക്ക് പോകും, അല്ലെങ്കിൽ ഡൽഹിക്ക് പോകും. വല്ല നിവൃത്തി ഉണ്ടെങ്കിൽ സഹകരണ ബാങ്കിൽ നിന്ന് വായ്പ എടുത്തിട്ടാണെങ്കിലും ഏതെങ്കിലും വിദേശ രാജ്യത്തേക്ക് പോകും. കാരണം എന്താ വെച്ചാൽ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസം ഇങ്ങനെ ഉയർന്ന് ആകാശത്തോളം എത്തിയിരിക്കുകയാണ്. അപ്പോൾ അത്രയും നമുക്ക് താങ്ങാൻ പറ്റില്ല ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക്. ഈ കേരളം എന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകും, അല്ലെങ്കിൽ ചോര തിളയ്ക്കും എന്നല്ലാതെ കേരളത്തിൽ ചേർന്ന് പഠിച്ചു കളയാം, മഹാരാജ് കോളേജിൽ ചേർന്ന് BA പാസ്സായി കളയാം എന്ന് വിചാരിക്കുന്നവർ എത്തപ്പൈക്കാരും അല്ലെങ്കിൽ തീരെ നിവൃത്തിയില്ലാത്ത അത്തപ്പാടികളും മാത്രമേ. ഞാൻ മഹാരാജ് കോളേജിനെ താത്തി പറഞ്ഞതല്ല, എൻ്റെ അമ്മയെ മഹാരാജ് കോളേജിൽ പഠിച്ച ആ നിലയ്ക്ക് എൻ്റെ മാതൃവിദ്യാലയമാണ്. അതുപോലെ തന്നെയാണ് മറ്റ് കേരളവർമ്മ കോളേജാണെങ്കിലും ബ്രണ്ണൻ കോളേജാണെങ്കിലും തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജാണെങ്കിലും പാലക്കാട് വിക്ടോറിയ കോളേജാണെങ്കിലും ഒക്കെ. പക്ഷേ എല്ലായിടത്തും എത്തപ്പൈ ആയിട്ടിരിക്കുക. ഈ മാവുമ്മൽ ഇത്തിക്കണ്ടി കയറുന്ന പോലെയാണ് കോളേജിൽ എത്തപ്പൈ കയറുന്നത്. പിന്നെ ഒരു രക്ഷയില്ല. മാവ് ഉണങ്ങിപ്പോയാലും ഇത്തിക്കണ്ടി പോവുകയില്ല. ഇപ്പം അങ്ങനെ ഇത്തിക്കണ്ടി പരുവത്തിൽ എത്തിയിരിക്കുകയാണ് എത്തപ്പൈ. അപ്പോൾ എത്തപ്പൈ സിന്ദാബാദ്, സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം. എന്തൊരു മുദ്രാവാക്യം! ഹായ്. ഏതായാലും സഖാവ് ശിവപ്രസാദ് വലിയ ഭാവിയുള്ളൊരു ചെറുപ്പക്കാരനാണ് തെളിയിച്ചു. അദ്ദേഹത്തിൻ്റെ സുദൃഢ ഹസ്തങ്ങളിലാണ് നമ്മുടെ കേരളത്തിൻ്റെ ഭാവി, വിപ്ലവ കേരളത്തിൻ്റെ ഭാവി കുടികൊള്ളുന്നത് എന്ന് പറയാനായിട്ട് എനിക്ക് അനൽപമായ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. പിന്നെ അദ്ദേഹമൊക്കെ കേരളത്തിൻ്റെ മന്ത്രിയോ മുഖ്യമന്ത്രിയൊക്കെ ആയിട്ട് വന്നേക്കുമ്പോൾ നമ്മുടെ കണ്ണടയും എന്നുള്ളത് മാത്രമാണ് ആകെയുള്ളൊരു സമാധാനം. ആ ഒരു സമാധാനത്തോടെ ഈ പരിപാടി തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത് കാണുന്ന എല്ലാ എത്തപ്പൈക്കാർക്കും എൻ്റെ വിപ്ലവ അഭിവാദ്യങ്ങൾ. ലാൽ സലാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.